തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, രോഗക്കിടക്കയിലായിരുന്ന ഒരു വല്യമ്മച്ചി പ്രാർത്ഥിക്കാനായി വല്യമ്മച്ചിയുടെ അടുത്ത് ചെന്നതാണ്. കുറേ നാളുകളായി ക്ഷീണതയായി വേദനയാൽ കഴിയുന്ന അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് വല്യമ്മച്ചി പറഞ്ഞു. നന്നായി ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയി. 7 മക്കളെയും വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല വല്യമ്മച്ചിയിൽ ആയിരുന്നു. അങ്ങനെ ഒത്തിരി സഹനങ്ങളിലൂടെ വേദനകളിലൂടെ വല്യമ്മച്ചി അവരെയൊക്കെ വളർത്തി വലുതാക്കി വിവാഹമൊക്കെ കഴിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. ഇപ്പോൾ വേദനയിലായിരിക്കുമ്പോഴും രോഗത്തിലായിരിക്കുമ്പോഴും നിറഞ്ഞ സംതൃപ്തി, ആനന്ദം വല്യമ്മച്ചിയുടെ മുഖത്തുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു ആത്മവിശ്വാസം? വല്യമ്മച്ചി പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യൂ, ആ തിരുഹൃദയ രൂപത്തിന് മുൻപിലുള്ള മെഴുകുതിരിയിലേക്കൊന്ന് നോക്കൂ. ആ മെഴുകുതിരി കത്തുമ്പോൾ ആ തിളക്കത്തിൻ്റെ കീഴെ മെഴുക് ഉരുകുന്നുണ്ട്. എൻ്റെ ജീവിതം എങ്ങനെയാണ്? ജീവിതത്തിൽ ഒത്തിരി നല്ല കൃപകൾ ദൈവം തന്നിട്ടുണ്ട്. ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മെഴുകുരുകുന്ന പോലെ സഹനങ്ങളും എനിക്ക് ലഭിച്ചു. മെഴുക് ഉരുകാതെ തിരി തെളിയുന്നില്ല. ഇതുപോലെയാണ് എൻ്റെ ജീവിതവും. സഹനമില്ലാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദൈവം തരുന്നതെല്ലാം സ്നേഹത്തോടെ ഞാൻ സ്വീകരിച്ചു. കത്തുന്ന മെഴുകുതിരിക്ക് പിന്നിൽ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. എൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ്. കർത്താവ് എൻ്റെ ഉള്ളിൽ വലിയ സാന്നിധ്യമാണെന്ന ബോധ്യം എനിക്കുണ്ട്. തൻ്റെ ജീവിതം, ക്രൈസ്തവ ജീവിതം വിശ്വാസത്തോടെ അതിൻ്റെ സഹനങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വല്യമ്മച്ചിയുടെ ജീവിതയാത്രയാണത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും, ചൂടും തണുപ്പും, പകലും രാത്രിയും, വേനലും മഴയും ഉണ്ടാകും. മാറ്റം പ്രകൃതിയുടെ മാത്രം നിയമമല്ല, അത് ദൈവത്തിൻ്റെ നിയമം കൂടിയാണ്. എന്നാൽ എല്ലാ മാറ്റങ്ങളും നല്ലതല്ല എന്ന് നമുക്കറിയാം. കടബാധ്യതയുണ്ടാകുന്നത്, പട്ടിണിയുണ്ടാകുന്നത്, മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത്, പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാടുകൾ ഉണ്ടാകുന്നത് ഒന്നും മനുഷ്യരെ സംബന്ധിച്ച് നന്നല്ല. എന്നാൽ ആ മാറ്റങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായി കഴിയണം. മാറ്റങ്ങൾക്കിടയിൽ മാറ്റമില്ലാത്തതിനെ തേടിയുള്ള അന്വേഷണം ചരിത്രാതീത കാലം മുതലേ ഉണ്ടായിരുന്നു. ശാസ്ത്രവും തത്വചിന്തയും ദൈവവിചാരവുമൊക്കെ അതിൻ്റെ പിന്നാലെയായിരുന്നു. നമുക്കും മാറ്റമില്ലാത്തവനായ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുവാനും അങ്ങനെ കാലം വരുത്തുന്ന മാറ്റങ്ങളെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളായി മനസ്സിലാക്കി അത് ദൈവത്തിന് വിട്ടുകൊടുക്കാനും ശ്രമിക്കാം.